അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. മുഹ്സിനയുടെയും സിനാൻ്റെയും വീട്ടിൽ നടക്കുന്ന കാര്യങ്ങളൊന്നും മുഹ്സിനയുടെ ഉമ്മ അറിഞ്ഞിട്ടില്ല, വീട്ടുകാരും ഒന്നും അറിഞ്ഞിട്ടില്ല. പക്ഷെ അവളുടെ ആങ്ങളയോട് ആരോ ഈ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്. അല്ല, നിന്റെ അളിയന് മറ്റൊരു കല്യാണം കൂടി കഴിച്ചോടാ? എന്ത്? സിനാന്? സിനാനോ? എന്ത് നീ പറയണത്? ആ, വലിയ ഫങ്ഷനും കാര്യങ്ങളൊക്കെ നടന്നിരുന്നല്ലോ അവിടെ, നിങ്ങളൊന്നും അറിഞ്ഞില്ലേ? ഞാൻ വിചാരിച്ചു അവിടെ അനിയൻ്റെ കല്യാണമായിരിക്കുന്നു. അല്ല അത്രേ, അത് ഒരു പെൺകുട്ടിനും കൂടി ചെക്കന് കല്യാണം കഴിക്കണമെന്നോ. ഗൾഫിൽ നിന്ന് നേരിട്ട് വന്ന് പെണ്ണിൻ്റെ വീട്ടിലേക്ക് പോയിട്ട് നിക്കാഹ് കഴിച്ച് അവളെ കൊണ്ടുവന്നു, അങ്ങനെയൊക്കെയാണ് പറയണത് കേട്ടത്. ശരിക്കും ആങ്ങൾക്ക് നല്ല ടെൻഷനായി. റബ്ബേ, എന്തൊക്കെയാണ് ഞാൻ കേൾക്കണത്? മുഹ്സിനൊന്നും പറഞ്ഞു കേട്ടില്ലല്ലോ. എന്തപ്പോൾ ചെയ്യാം? ആ സമയം തന്നെ അതാ മുഹ്സിനയ്ക്ക് വിളിക്കട്ടെ എന്ന് കരുതി. വേണ്ട, ഈ രാത്രി സമയത്ത് വിളിച്ചാൽ ഒരു പക്ഷേ തൽക്കാലം വേണ്ട. അവൻ വീട്ടിലേക്കെത്തി. ഉമ്മ ഭക്ഷണം എടുത്തു വെച്ചു. ശോകമുഖമായി നിൽക്കുന്ന തൻ്റെ മകനെ കണ്ട് ഉമ്മ ചോദിച്ചു, മോനെ. എന്ത് മോനെ ഇങ്ങനെ മൂഡ് ഓഫ് അയക്കുന്നത്? ഏയ് ഒന്നുമില്ലമ്മ, ഉമ്മയെ ഒരിക്കലും പറഞ്ഞത് വിഷമിപ്പിക്കേണ്ട എന്നായിരുന്നു ആ മോൻ കരുതിയിരുന്നത്. മോനെ, ഉമ്മാൻ്റെ കുട്ടിൻ്റെ എങ്ങനെ ഇരിക്കണത്? എങ്ങനെ മിണ്ടാതെയും പറയാതെയും? ഉമ്മ ഒന്നുമില്ല, അവൻ ഭക്ഷണം കഴിക്കുവാനേ കഴിഞ്ഞില്ല. റബ്ബേ, എന്താ ഞാനീ കേട്ടത്? എൻ്റെ മോള്, എൻ്റെ മുസ്സി. ആങ്ങൾക്ക് നല്ല സങ്കടം ഉണ്ടായിരുന്നു. കാരണം ഉപ്പയില്ലാത്ത കുട്ടിയാണ്. ഉപ്പയില്ലാത്ത കുട്ടിയായതുകൊണ്ട് തന്നെ അവളെ ഒരിക്കലും ബുദ്ധിമുട്ടിക്കരുത് എന്ന് എപ്പോഴും ആഗ്രഹിച്ചതാണ്. പക്ഷേ വീട്ടുകാരുടെ സ്വഭാവത്തിൽ കുറച്ച് പ്രശ്നം ഉണ്ടായതുകൊണ്ട് ഉസ്താദിന് അല്ലെങ്കിൽ തന്നെ ഒരു വിഷമം ഉണ്ടായിരുന്നു. പക്ഷേ സിനാന് എന്ത് ഭാവിച്ചാവോ, അവൻ അങ്ങനെ ചെയ്യോ? എനിക്ക് തോന്നുന്നില്ല. മോനെ പറയടാ. ഉമ്മ മുഹ്സി വിളിച്ചിരുന്നോ? ആ, വിളിച്ചിരുന്നു. എന്തോളെ വർത്താനം? സുഖണ? എന്തിടാ അങ്ങനെ ചോദിക്കണത്? അൽഹംദുലില്ലാ സുഖാണ്. ഓള് വിളിച്ചിരുന്നല്ലോ. എന്തെങ്കിലും പറഞ്ഞോ? എന്ത് പറയാന്? അല്ലേ, എന്തെങ്കിലും പറഞ്ഞോ ചോദിക്കുക. കാര്യങ്ങൾ ഉമ്മാക്ക് മനസ്സിലായിട്ടില്ല, ഒന്നും അറിഞ്ഞിട്ടില്ല എന്നുള്ള കാര്യം അതാ അദ്ദേഹം മനസ്സിലാക്കുകയാണ്. പക്ഷെ പറയാതിരുന്നാലും അതൊരു വലിയ പ്രശ്നമായി തീരും. കാരണം ഞാൻ പറയാതിരുന്ന ഒരു പക്ഷേ എൻ്റെ ഉമ്മ എന്നോട് ചോദിക്കും, അല്ലടാ, ഇത്രയും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടും ഈ എന്തെന്നെ മറച്ചു വെച്ചത്? എൻ്റെ കുട്ടിൻ്റെ ഭാവിൻ്റെ കാര്യമല്ലേ എന്ന് ഒരു പക്ഷെ പറഞ്ഞാൽ എന്തായിരിക്കും? തൽക്കാലം ഉമ്മയോട് പറയുന്നതായിരിക്കും നല്ലത്. ഉമ്മ പറ മോനെ, നിനക്ക് എന്തോ ഉണ്ടല്ലോ പറയാന്. ആ ഉമ്മ, അത് ഇങ്ങോട്ട് പറഞ്ഞോട് കുട്ടി. ഉമ്മ, മുഹ്സിൻ്റെ സിനു എന്താ മറ്റൊരു കല്യാണം കഴിച്ചു എന്നോ അങ്ങനെയൊക്കെയാണ് പറഞ്ഞു കേട്ടത്. എൻ്റെ റബ്ബേ, എന്താ ഞാനീ കേൾക്കണത്? എടാ, ഈ എന്തേ പറഞ്ഞത്? വരുന്നുണ്ടെന്ന് അവൾ പറഞ്ഞിരുന്നു. ഈ എന്ത് കുട്ടിയെ പറയണത്? ഉമ്മയുടെ ഹൃദയം വേദനിച്ചു വല്ലാതെ. മോനെ പറയടാ, എന്ത് ഞാനീ കേട്ടത് സത്യമാണോ? ഉമ്മ, എന്നോട് എൻ്റെ ഒരു ഫ്രണ്ടാണ് പറഞ്ഞത്, നിൻ്റെ പെങ്ങളെ വീട്ടിൽ വല്ല കല്യാണമൊക്കെ കഴിയുന്നുണ്ടല്ലോ, അവിടുത്തെ മോൻ രണ്ടാമതൊരു വിവാഹം കഴിക്കുന്നതായിട്ടാണ് അറിയാൻ കഴിഞ്ഞത്. അങ്ങനെയാണ് പറഞ്ഞത്. ഉമ്മ, സത്യം പറഞ്ഞാൽ എനിക്കത് കേട്ടപ്പോൾ ഭയങ്കര സങ്കടമായിപ്പോയി. പാവം എൻ്റെ മുഹ്സി. അങ്ങനെ മോനെ, ഈ പറഞ്ഞതിൽ എന്തെങ്കിലും കാര്യമുണ്ടോ? എനിക്കറിയുന്നില്ല റബ്ബേ. മോനെ വണ്ടി എടുക്ക്. എന്തോ ഉമ്മ, അങ്ങനെ നമ്മൾ ഈ രാത്രി ചെന്നിട്ട് പറഞ്ഞിട്ട് കാര്യമില്ല മോനെ. ഇനി എൻ്റെ കുട്ടീനെ അവിടെ നിർത്തുന്നത് ഒരിക്കലും ശരിയല്ല. മോനെ വണ്ടി എടുക്ക്. ഉമ്മയോട് പിറ്റേന്ന് പറഞ്ഞാൽ മതിയായിരുന്നു എന്ന് അവന് തോന്നിപ്പോയി. പഠിച്ച റബ്ബേ, എൻ്റെ കുട്ടി എന്നിട്ട് ആ വീട്ടിലാണോ കഴിയുന്നത്? ആ പഠിച്ചോനെ, എൻ്റെ പൊന്നു മോനെ, മോനെ വണ്ടി എടുക്കടാ. അങ്ങനെ അതാ ഉമ്മയുടെ നിർബന്ധത്തിന് വഴങ്ങി അപ്പോൾ തന്നെ മകൻ വണ്ടി എടുക്കുന്നു. ഉമ്മയും അതിൽ കയറുന്നു. പൊന്നു മോനെ, ഇനി നമ്മളെ കുട്ടീനെ അവിടെ നിർത്തുന്ന ഒരിക്കലും ശരിയല്ല. എന്തിന്? എൻ്റെ കുട്ടി ആകെ വേദനിക്കൂലേ? ആങ്ങൾക്കും നല്ല ദേഷ്യം ഉണ്ടായിരുന്നു. എൻ്റെ പെങ്ങളുണ്ടായിക്കൊണ്ട് അവൻ ചെയ്തൊരു പണി. എന്തതിങ്ങനെ? അത് ഒരു വീട്ടിലേക്ക്. എന്നാ തുടങ്ങിയ ബന്ധമായിരിക്കും. മോനെ, ഒന്നും പറയണ്ട, നമുക്ക് നമ്മളെ കുട്ടീനെ രക്ഷിച്ച് കൊണ്ടുവരണം, അല്ലെങ്കിൽ എൻ്റെ കുട്ടി ഇടങ്ങാറാവൂലേ?
ഓലടി കിടന്ന് ഉമ്മയും മകനും അതാ ആ രാത്രിയിൽ തന്നെ പോകുന്നു അവരുടെ വീട്ടിലേക്ക്. കുറച്ച് സമയത്തെ യാത്രയ്ക്ക് ശേഷം അതാ അവരുടെ വീടെത്തുന്നു. ശരിക്കും പറഞ്ഞാൽ ഉസ്താദായ ആങ്ങൾക്ക് നല്ല ടെൻഷനും ദേഷ്യവും ഉണ്ടായിരുന്നു. വീടിൻ്റെ ലൈറ്റും കാര്യങ്ങളും ഒന്നും കെടുത്തിയിട്ടുണ്ടായിരുന്നില്ല. ആങ്ങളെ വേഗം പോയിട്ട് അതാ കോളിംഗ് ബെൽ അമർത്തുന്നു. ആരിപ്പോൾ ഇന്നേരം? റഷീദമ്മ ഉള്ളിൽ നിന്ന്. ഈ സമയത്ത് ഇപ്പോൾ ആരെ ബെല്ലടിക്കാൻ റബ്ബേ? മോനെ സിനാനെ, ഒന്ന് പോയി തുറന്നു നോക്ക്. സിനാനതാ വാതിൽ തുറക്കുവാൻ വേണ്ടി അങ്ങോട്ട് ഫ്രണ്ടിലേക്ക് ചെല്ലുന്നു. സിനാൻ വാതിൽ തുറന്നപ്പോൾ പെട്ടെന്ന് ആ കാഴ്ച കണ്ട് സിനാൻ ഞെട്ടിപ്പോയി. തൻ്റെ അളിയനും അമ്മായിയമ്മയും വന്നിട്ടുണ്ട്. ആ ഹിക്ക, ഉമ്മ കയറി ഇങ്ങോട്ട്. കയറൊന്നും വേണ്ട സിനാനെ, എൻ്റെ പെങ്ങളവിടെ? വളരെയധികം ദേഷ്യത്തോടു കൂടിയാണ് ആങ്ങള അത് ചോദിച്ചത്. എന്തല്ലേ നിങ്ങളീ പറയുന്നത്? ഇക്കക്ക എന്താ പ്രശ്നം? ഒരു പ്രശ്നമില്ല, എൻ്റെ പെങ്ങളവിടെ, അവൾ എനിക്ക് വേണം, അതാ വേണ്ടത്, വേറൊരു പ്രശ്നമില്ല. ഇക്ക ഞാൻ പറയുന്നത് ഒന്ന്. സിനാൻ എൻ്റെ ചിരിക്കുന്ന മുഖം ഇതുവരെ കണ്ടിട്ടുള്ളൂ. എനിക്ക് മറ്റൊരു മുഖം കൂടിയുണ്ട്, അത് നീ കാണണ്ടെങ്കിൽ എൻ്റെ പെങ്ങളെങ്ങോട്ട് കൊണ്ടുപോവാ. മുഹ്സിന. അയാളിതാ ഉറക്കെ വിളിക്കുന്നു. എന്താ ഏതാ? റഷീദമ്മ അപ്പോഴേക്കും. മുഹ്സിന മോളെ ഇവിടെ വന്നാ. മുഹ്സിയതാ ഓടി വരുന്നു. എന്തിക്കക്ക, എന്തീ നേരത്ത്? അല്ലാ, ഉമ്മയുണ്ടോ? എന്ത് ഇവിടെ നിൽക്കുന്നത്? ഉമ്മ കയറി. മോളെ കയറണ്ട, ഈ ഇങ്ങോട്ട് പോന്നാ. ഉമ്മയുടെ ആ ഒരു വിളി. ഉമ്മ എന്ത് പ്രത്യേകിച്ച്? ഒന്നും ഉണ്ടായിട്ടില്ല. എന്തിവിടെ നടത്തിയിട്ട്? ഇവിടെ ആരൊക്കെ ഉണ്ട് ഇപ്പോൾ? ആങ്ങളുടെ ആ ഒരു ചോദ്യത്തിന് മുമ്പിൽ അവൾക്ക് ഉത്തരം മുട്ടിപ്പോയി. സിനാനെ, എൻ്റെ പെങ്ങളല്ലാതെ ഈ വീട്ടിൽ മറ്റൊരു പെണ്ണുണ്ടെന്നാണ് അറിയാൻ കഴിഞ്ഞത്. ഈ മറ്റൊരു പെണ്ണിനെ കെട്ടിയിട്ടുണ്ട്. എന്ത് ചെറ്റത്തിറടോ ഈ ചെയ്തത്? എൻ്റെ പെങ്ങളുണ്ടായിക്കോ. ഇക്ക, അതങ്ങനെയൊന്നുമല്ല. മുഹ്സിന, ഈ മിണ്ടണ്ട, ഈ മിണ്ടന്നെ വേണ്ട. എനിക്കിത് സഹിക്കാൻ കഴിയണില്ല. എനിക്കിതെങ്ങനെ? ഞാൻ വിശ്വസിച്ച്. റബ്ബേ. മുഹ്സിന ഇറങ്ങാനാ പറഞ്ഞത്. ഇക്ക ഞാൻ ഇറങ്ങ് പെണ്ണെ, നിന്നോടെന്താ പറഞ്ഞാൽ കേൾക്കില്ലേ? മോളെ മുഹ്സി, ഈ ഇറങ്ങ്, നീ ഇവിടെ നിൽക്കണ്ട. പെട്ടെന്നതാ ആ ഒരു പെണ്ണും അങ്ങോട്ട് കടന്നു വരുന്നു. ആരത്? ഇതൊക്കെ ആരാ? മുഹ്സിനേക്കാൾ കുറച്ച് തടിയുള്ള പെണ്ണായിരുന്നു അത്. മുഹ്സിത്താൻ്റെ ഉമ്മയാണോ? അവളുടെ ആ ഒരു ചോദ്യം. ശരിക്കും പറഞ്ഞാൽ മുഹ്സിനയുടെ ഉമ്മക്ക് അവളെ കണ്ടപ്പോൾ തന്നെ വല്ലാത്ത ടെൻഷൻ വന്നു. റബ്ബേ, അപ്പോൾ പറഞ്ഞതൊക്കെ ശരി തന്നെ. റഷീദ ഉമ്മ വല്ലാതെ മുമ്പിലേക്ക് വരുന്നില്ല. ഉമ്മ അകത്തേക്ക് കയറി നേരെ റഷീദ ഉമ്മയോട് ചോദിക്കുന്നു. അല്ല താത്ത, എന്ത് പണി ഞങ്ങൾക്ക് ചെയ്തത്? എൻ്റെ കുട്ടി ഉണ്ടായിക്കൊണ്ടെന്ന ഒരു വാക്ക് പറഞ്ഞ് എൻ്റെ കുട്ടീനെ ഞങ്ങൾ കൊണ്ടുപോകില്ലേ? എന്ത് ചെറ്റത്തരങ്ങളിൽ കാട്ടിയത്? ആ ഉമ്മ പറഞ്ഞു. എന്ത് ചെറ്റത്തരം? ഇതൊക്കെ സർവ്വസാധാരണമാണ്. എൻ്റെ മോൻക്ക് എന്തൊക്കെ തന്നെയായാലും ഒരു പെണ്ണിനെ വേറെ വേണം, അതും തറവാട്ട് പറഞ്ഞ. അതിനങ്ങനെ കൊടുന്നു. അതിനിപ്പോൾ എന്താ നിങ്ങൾക്ക് വലിയ ഛേദം? റഷീദ ഉമ്മയും വിട്ടുകൊടുക്കുന്നില്ല. എന്നാൽ ഉമ്മ മുഹ്സിനയുടെ കൈ പിടിച്ചു. മോളെ പോര്, ഒന്നും വേണ്ട, ഒന്നും എടുക്കണ്ട, ഈ അങ്ങോട്ട് പോകുന്നാളാ. മുഹ്സിന സത്യം പറഞ്ഞാൽ കരഞ്ഞുകൊണ്ട് അവരുടെ കൂടെ അതാ ഇറങ്ങുവാൻ വേണ്ടി നിൽക്കുന്നു. സിനാന് മുഹ്സി മോളെ. സിനാനെ വേണ്ട, മിണ്ടാതിരുന്നോ, അതെനിക്ക് നല്ലത്. ഓരോ ചരിത്രങ്ങൾ കാണിച്ച് കൂട്ടിയിട്ടും അവൻ പറയിപ്പിക്കണ്ട എന്നെ കൊണ്ട്. ഞാൻ പറഞ്ഞിട്ടുണ്ട് സിനാനെ, എനിക്ക് 2 മുഖമുണ്ട്, അതിലൊന്ന് നീ കണ്ടിട്ടുള്ളൂന്ന്. ആവശ്യമില്ല, എൻ്റെ പെങ്ങളെ ഇടങ്ങാറാക്കാനുള്ള എന്ത് പണിയാണ് നിങ്ങൾ ചെയ്തത്? ഇത് ചെയ്യുന്ന വലിയ ചതിയായി പോയില്ലേ? അങ്ങനെയാണെങ്കിൽ ഒരു വാക്കിനോട് പറഞ്ഞൂടായിരുന്നോ? മുഹ്സിയെ, നീ എന്താടി മിണ്ടാതിരുന്നത്? ഇങ്ങനെയൊക്കെ നിൻ്റെ വീട്ടിൽ ഇത്രയും വലിയൊരു സംഭവം ഉണ്ടായിരുന്നു, നീ എന്തുകൊണ്ട് എന്നോട് വിളിച്ചു പറഞ്ഞില്ല? എന്നിട്ടിപ്പോൾ ആളുകൾ അവിടുന്ന് ഇവിടുന്ന് കേട്ട് ഞാൻ ടെൻഷനായി അപ്പം തന്നെ ഓടിയതാണ്. മോളെ, എന്താ മോളെ എൻ്റെ അവസ്ഥ? അനക്കെങ്ങനെ ഇവിടെ നിൽക്കാൻ കഴിഞ്ഞത്? ഉമ്മയും പറയുന്നു. എന്നാൽ സിനാന് നല്ല ടെൻഷനായി. ഇന്ന് അവളെ കൊണ്ടുപോകുന്ന ഒരിക്കലും വിചാരിച്ചതേ ഇല്ല. ഡിസ്ചാർജ് കഴിഞ്ഞ് ഇന്ന് വന്നിട്ടേ ഉള്ളൂ. ഒരു ദിവസം പോലും തൻ്റെ വീട്ടിൽ മുഹ്സിനയോടൊപ്പം
അല്ല, വല്ലാത്ത ടെൻഷനായി സിനാന്. സിനു, ഞാൻ പോട്ടെ. നീ ഒന്ന് പോടി പെണ്ണേ. എന്തിനാ അവരോട് പറയുന്നത് ഓനോട്? ഓൻ കാട്ടിയത് എനിക്കറിയില്ലേ? അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. മോളെ വണ്ടി കയറ്. ഉമ്മയും ആങ്ങളെയും നിർബന്ധിച്ചു. അവൾ വണ്ടിയിൽ കയറി. അവൾ വാഹനത്തിൽ കയറി കരയുകയായിരുന്നു. എൻ്റെ പൊന്നാരെൻ്റെ പെണ്ണെ, അനക്ക് എങ്ങനെ ഇതിന് മനക്കരുത്തുണ്ടായി? നീ എന്താ അവൻ്റെ രണ്ടാം വിവാഹം എന്ന് പറഞ്ഞിട്ട് ഒരു വാക്ക് അവിടെ വീട്ടിലും ഉണ്ടാതിരുന്നത്? ഓൻ എന്ന് എത്തിയത് ഒന്നും ഞങ്ങൾ അറിഞ്ഞില്ലല്ലോ, നീ പറഞ്ഞില്ലല്ലോ ഉമ്മ. അത് എന്നാലും മോളെ, എനിക്ക് എൻ്റെ മക്കളേറൂല. ഇനി 10 ഞാൻ പോറ്റിക്കൊണ്ട് എൻ്റെ കുട്ടികളെ പണിക്കെങ്കിലും പോയിട്ട് എന്ന് കരുതിയിട്ട് ഒരു വീട്ടിൽ അങ്ങനെ അടിമകളായി നിൽക്കണം എന്നാണോ ഈ പറയുന്നത്? ഉമ്മ, അതങ്ങനെയൊന്നല്ല കഥകൾ, അതൊന്നും അല്ല. മുസ്സിയെ, വല്ലാതെ നീ പറയണ്ട. വല്ലാതെ നീ പറഞ്ഞു കഴിഞ്ഞാലേ നീ പലതും പറഞ്ഞു വരും. ഇനി അതിനെക്കുറിച്ച് ചിന്തിക്കന്നെ വേണ്ട. എൻ്റെ ഭർത്താവിനെ കുറിച്ച് എന്തൊരു ചെറ്റത്തിലാണോ ചെയ്തത്? ഇത്രയും നല്ലൊരു പെൺകുട്ടി ഉണ്ടായിട്ട് ഓനെ ഒരു വേറെ പെണ്ണിനെ കൊണ്ടത് പാർപ്പിച്ചിക്കണ്. നമ്മളൊന്നും അറിയില്ല, നാടറിഞ്ഞ കല്യാണമായിരുന്നു എന്നല്ലേ പറയാറുന്നത് കഴിഞ്ഞത്. എൻ്റെ റബ്ബേ. ആ യാത്രക്കിടയിൽ അതാ മുഹ്സിന കരയുന്നു. മങ്ങൾ വിചാരിച്ച പോലും ഇല്ല. മുഹ്സിന, ഈ ഒന്നും പറയണ്ട. എൻ്റെ വീട്ടിലേക്കല്ലേ അവളെ കെട്ടിക്കൊണ്ടുവന്നത്? അവൾ നിക്കാഹ് കഴിച്ചത് നിന്റെ ഭർത്താവനല്ലേ? മുഹ്സിന മുഖത്ത് നോക്കി പറയടി, തല പൊന്തിച്ച് പിടിച്ച് കരയാതെ. ഇക്ക, ഞാൻ ഒന്നും അറിഞ്ഞിട്ടില്ലായിരുന്നു. ഞാനറിയാതെ പെട്ടെന്നാണ് വീട്ടിലൊരു കല്യാണം എന്നൊക്കെ പറഞ്ഞത്. പക്ഷെ സീനു നിരപരാധിയാണ്. ഒന്നും മിണ്ടാതിരിക്കും പെണ്ണയ്യേ. സീനു എന്ത് നിരപരാധി? നിന്നെ അത്രയ്ക്കും വിഷമിപ്പിച്ചിട്ട് ഇപ്പോൾ ഓന് നിരപരാധി എന്തിനാണ്? സിനാൻ്റെ അടുക്കൽ നിന്ന് പിടിച്ചു പറിച്ചിട്ട് പോലെയാണ് അവൾക്ക് തോന്നിയത്. റബ്ബേ, ആദ്യമായിട്ട് സിനുവിൻ്റെ കൂടെ ഒന്ന് റൂമിൽ അവനവൻ്റെ വീട്ടിലൊന്ന് കഴിയാൻ പോലും ഭാഗ്യമുണ്ടായില്ലല്ലോ റബ്ബേ. വീട്ടിലെത്തിയപ്പോൾ മുഹ്സിന നേരെ അതാ മുകളിലത്തെ റൂമിലേക്ക് പോകുന്നു. ഓ റബ്ബേ, വല്ലാത്തൊരു അവസ്ഥ. സിനുവിൻ്റെ കൂടെ ഇന്നൊന്ന് കഴിയണമെന്ന് വിചാരിച്ചതായിരുന്നു. ഫോണ് പോലും ഞാൻ എടുത്തിട്ടില്ല. ഒന്നും വേണ്ടാന്നാണ് പറഞ്ഞത്. ആങ്ങളേതാ മുകളിലത്തെ റൂമിലേക്ക് കയറി വരുന്നു. മുഹ്സിന, ആ എൻ്റെ പൊന്നു മുഹ്സിന, നിൻ്റെ ജീവിതത്തിലെ ഇത്രയ്ക്കും വലിയ ത്യാഗം സഹിക്കേണ്ടി വന്നിട്ടും നീ എന്തുകൊണ്ട് അതെന്നോട് പറഞ്ഞില്ല? നിൻ്റെ ബാപ്പാക്ക് പകരമായിട്ട് നിൽക്കുന്ന ആൾ ആണ് ഞാൻ, നിനക്കറിയില്ലേ? നിൻ്റെ ബ്രദറാണ്. നിന്നെ നിക്കാഹ് കഴിച്ച് ഏൽപ്പിച്ചു കൊടുത്തതും ഞാൻ തന്നെയാണ്. പിന്നെ എന്തുകൊണ്ട് ഇങ്ങനെയുള്ള കാര്യം നീ എന്നോടൊന്നും പറഞ്ഞില്ല? അതും ഇവിടെ ഇത്രയധികം വലിയ രീതിയിൽ ഫങ്ഷനായി കഴിഞ്ഞു എന്നൊക്കെയാണ് പറഞ്ഞ് കേൾക്കുന്നത്. അതൊന്നും കുഴപ്പമില്ല, പക്ഷെ അവരെന്തെങ്കിലും ചെയ്തോട്ടെ. കാക്കാൻ്റെ കുട്ടി കാക്കാനോട് പറയേണ്ടതല്ലേ ഇങ്ങനെയൊക്കെ സംഭവം ഉണ്ടെന്നുള്ളത്? അത് ഇക്കാക്ക, എനിക്ക് പേടിയായിരുന്നു. എന്തിനു പേടി? ആരെയാണ് നീ പേടിക്കുന്നത്? അത് എനിക്ക് എന്തൊക്കെ തന്നെയാലും എൻ്റെ സിനാനും അവിടെ പെണ്ണും കൂടെ കഴിയട്ടെ. എൻ്റെ മോള് ഇനി ഇവിടെ കഴിഞ്ഞോ? നമുക്ക് പെട്ടെന്ന് കാര്യങ്ങളൊക്കെ ഒന്ന് ഇതാക്കിയിട്ട് എന്തെങ്കിലുമൊക്കെ റെഡിയാക്കണം. ഇക്കാക്ക എന്ത്? അതൊക്കെ ഒന്നും ഇങ്ങോട്ട് ചോദിക്കേണ്ട ആവശ്യമില്ല. അതൊക്കെ ഞാൻ എന്താ ചെയ്തുകൊണ്ട് നീ ഒന്നിലും വിഷമിക്കണ്ട. ഇക്കാക്ക വേണ്ട, എനിക്ക് സിനുവിനെ ഇഷ്ടമാണ്. സിനുവിന് എന്നെ ഇഷ്ടമാണ്. അതിനെന്താ, ഇഷ്ടമില്ല എന്നൊന്നും ഞാൻ പറഞ്ഞിട്ടില്ലല്ലോ. പക്ഷെ എന്ത് കാരണത്തിൻ്റെ പേരിലാണ് വീട്ടിലേക്കൊരു പെണ്ണിനെ കൊണ്ടുവന്നത്? അത് അത് ഉമ്മയുടെ ഇഷ്ടത്തിന്. എന്ത് ഉമ്മയുടെ ഇഷ്ടം? എന്തൊക്കെ തന്നെ ആണുങ്ങൾ ചെയ്യുമ്പോഴും അത് അതിൻ്റേതായിട്ടുള്ള ഒരു ഇതുണ്ടാവും. പെണ്ണുങ്ങൾ എന്തൊക്കെ തന്നെ വലിയ ചർച്ച കൊണ്ടുവന്നാലും അതൊരു പക്ഷേ വിജയിക്കാത്തതായിട്ടും ഉണ്ടാകും. അതുകൊണ്ട് ഇവിടെ അതല്ല വിഷയം. നീ എന്തുകൊണ്ടാണ് പറയാതിരുന്നത്? കാക്കാൻ്റെ കുട്ടിക്ക് കാക്കാനോട് പറയാനുള്ള അധികാര അവകാശം ഇല്ലേ? കെട്ടിച്ച് വിട്ടുകൊണ്ട് വിചാരിച്ചിട്ട് ഈ വീട്ടിലേക്ക് വരുന്നതിന് നിനക്കെന്താ കുഴപ്പം? ഇത് നിൻ്റെ കൂടെ വീടല്ലേ എൻ്റെ മുഹ്സിന. നീ എന്താ ഇങ്ങനെ കൊച്ചു കുട്ടികളെ പോലെ? അത് ഒന്നുമില്ല. അപ്പോൾ പിന്നെ വേണ്ട, നീ ഒഴിവ് കഴിവുകൾ പറഞ്ഞൊഴിവാവേണ്ട എൻ്റെ മുഹ്സിന. എനിക്കെല്ലാം മനസ്സിലായി. നീ നിൻ്റെ ഭർത്താവിനെ സംരക്ഷിക്കാൻ നോക്കുകയും വേണ്ട. എനിക്കതിന് താല്പര്യമില്ല. ഇനി 2 ഭാര്യമാരുള്ള ഒരുത്തൻ. അയ്യേ, പറയുന്നതിന് എനിക്ക് നാണക്കേട്. ഇക്ക, അതങ്ങനെയൊന്നല്ല. ഒന്നും ഇനി പറയണ്ട, എനിക്കറിയാനുള്ളത് അറിഞ്ഞു കഴിഞ്ഞു. എന്നാലും മോളെ, നിനക്ക് എങ്ങനെ അത് അവിടെ നിൽക്കാൻ തോന്നി?
എന്നെ വിളിച്ചൂടായിരുന്നോ? ഞാൻ അന്ന് തന്നെ നിനക്ക് ആ ഒരു കാഴ്ച കാണാനുള്ള ശക്തി എങ്ങനെ കിട്ടി? അത് ഇക്കാക്ക, എനിക്ക് ഹോസ്പിറ്റലിൽ പോയ കാര്യമൊന്നും അവൾ പറഞ്ഞിട്ടേ ഇല്ലായിരുന്നു. വീട്ടിൽ നിൽക്കുന്ന പോലെ തന്നെയാണ് അവൾ പറഞ്ഞത്. സത്യം പറഞ്ഞാൽ മുഹ്സിനയുടെ ആങ്ങൾക്കും ഉമ്മാക്കുമെല്ലാം നല്ല ടെൻഷനായി തുടങ്ങി. ഹോ, സിനാന് വല്ലാത്ത സാധനം. എൻ്റെ പെങ്ങള് ഉണ്ടായിട്ട് യാതൊരു രീതിയിലുള്ളൊരു വിലയും കൽപ്പിക്കാതെ ഒരു പെണ്ണിനായിട്ട് അയാൾ കയറി ചെന്നല്ലോ. റബ്ബേ, ഏത് നിമിഷമാണ് എനിക്ക്. ഹോ ഉമ്മ. അവൻ നേരെ അത് ഉമ്മയുടെ അടുക്കിലേക്ക് എത്തി. ഉമ്മ, മുഹ്സിയുടെ കാര്യത്തിൽ നിങ്ങളൊരു തീരുമാനം എടുക്കണം. നമുക്ക് പെട്ടെന്ന് എടുക്കണം, കൂടുതൽ രംഗം വഷളാകുന്നതിന് മുമ്പ്. കാരണം എന്താന്ന് വെച്ചാൽ അവൾക്കത് അനുഭവിക്കാനുള്ള ശേഷി ഉണ്ടാവില്ല, എനിക്കറിയാം, നന്നായിട്ടറിയാം. അതുകൊണ്ട് തന്നെ അവൾ വേണമെങ്കിൽ സമ്മതിക്കൂല. അവൾ പേടിച്ച് നിൽക്കല്ലേ, എങ്ങനെ സമ്മതിക്കും? ആങ്ങള ശരിക്കും കലിപ്പിൽ തന്നെയാണ്. തൻ്റെ പെങ്ങളോട് സിനാൻ ചെയ്ത ആ ഒരു ക്രൂരത അതവൾ എങ്ങനെ സഹിച്ചു എന്നതിനെ കുറിച്ചാണ് ആങ്ങള ശ്രദ്ധിക്കുന്നത്. ഹോ ഇത് റബ്ബേ, എൻ്റെ കുട്ടിയെ പീഡിപ്പിക്കാൻ പോലെ എന്തെങ്കിലുമൊക്കെ. ഇക്ക, അതിനൊന്നും ഉണ്ടായിട്ടൊന്നുമില്ലല്ലോ. മുസ്സിയെ, ഈ തൽക്കാലം കാക്കാൻ്റെ കുട്ടി മുണ്ടല്ലേ, കുറച്ച് കാര്യങ്ങളൊക്കെ അറിയാണ്ട്. ഇക്കാക്ക അവളോട് പറയുന്നു. ഉമ്മക്ക് കരച്ചിൽ മാത്രമാണ്. റബ്ബേ, എത്ര നല്ല രീതിയിൽ സ്നേഹത്തോടെ കഴിഞ്ഞിരുന്ന കുട്ടികളായിരുന്നു. ഇപ്പം ആയതുണ്ടില്ലേ. റഹ്മാനെ, നീ കാത്തു രക്ഷിക്ക്. എല്ലാ മക്കളെ തൊട്ടും അള്ളാഹുവെ നല്ല ബുദ്ധി നൽക്. ഇൻഷാ അല്ലാ, നമുക്കിതിൻ്റെ ബാക്കി ഭാഗം നാളെ കാണാം. അതുവരേക്കും എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.